നമ്മൾ യാഷിന് ഒരു KGF കണ്ട് നമ്മൾ മനസ്സിനൊരു ഇതുണ്ടായിരുന്നു. അതൊരു മാസ് ഹീറോയാണ്. പുള്ളി ഒരു കോമാളിയായി കളഞ്ഞു. തിരുവോണ ദിനത്തിൽ ഒരാളെ ടോർച്ചർ ചെയ്യുന്ന ഒരു പരിധി ഉണ്ടെന്ന് വേണം പറയാം. മോശം പടം എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ഊമ്പിയ പടം. ഒറ്റ വാക്കി പറഞ്ഞാൽ പച്ചമുളകി പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഊമ്പിയ പടം. ഒരു മോശം പടം എങ്ങനെ മോശം പടമാക്കാം, ഓരോ സീൻ ബൈ സീൻ ഇതിലും മോശമായിട്ട് എങ്ങനെ എടുക്കാമെന്ന് ഗീത തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ തുടങ്ങുന്ന മുതൽ അവസാനം വരെ ഹോളിവുഡ് ലെവൽ പ്ലക്കലാണ് പടം. തുടക്കം മുതൽ അവസാനം പ്ലക്കി ഇൻ്റർവ്യൂ വരെ പോകുന്നു. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് പ്ലക്കുന്നു, ക്ലൈമാക്സ് ആകുമ്പോൾ വീണ്ടും പ്ലക്കുന്നു. അത്രയ്ക്ക് ഒരു ലെവലിൽ മോശം പടം എന്ന് വെച്ചാൽ ഇതിൽ മോശം പടം വേറെ ഇല്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് ടോർച്ചറാണ്. ആ അവസ്ഥയാണ് ഇപ്പോൾ. ശോകമായിരുന്നു. ടോക്സിക് എന്നല്ല, ടോർച്ചർ എന്നാണ് ഇടാണ്. ഈ പടത്തിൽ യഷിൻ്റെ കരിയർ ഗ്യാപ്പ് കെയർ ചെയ്യുന്ന പടമാണ് KGF ഒക്കെ. അത് വെച്ച് നമ്മൾ വന്ന് ഇനി ഒത്തിരി പടം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പടമാണ്. നമ്മളെ കൊണ്ടൊരു കണ്ടിരിക്കാൻ പറ്റില്ല. ഓണത്തിന് കാണാൻ പറ്റിയൊരു പടമേ അല്ല. ഓണ സമയത്ത് വീട്ടിൽ ഇരിക്കണമെങ്കിൽ കേട്ടോ, അത്രയ്ക്ക് ദുരന്തം എന്ന് വെച്ചാൽ ദുരന്തം പടം കണ്ടിട്ട് ഭ്രാന്താനായത്. ഈ പടത്തിന് കോപ്പിയൊക്കെ ഉണ്ട്. പഴയൊരു മലയാളം പടത്തിൻ്റെ കോപ്പി സീനുകളുണ്ട്. ക്ലൈമാക്സ് ഒക്കെ പഴയൊരു മലയാളം പടത്തിൻ്റെ കോപ്പി സീനുകളാണ്. പല സ്ഥലത്തും നമുക്ക് ഉറക്കമാണ് വന്നത്. പക്ഷേ വിഷ്വൽ ബേസിൽ പടം കൊള്ളാം. ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടതുപോലെ കാണാം. പക്ഷേ കഥയില്ല. വിഷ്വൽ ഉണ്ടെന്നേ ഉള്ളൂ, കഥയില്ല. കഥ പ്രതീക്ഷിച്ച് ഒരിക്കലും ഈ പടത്തിന് മേലെ ഫാമിലിയായിട്ട് കാണാനേ കൊള്ളൂല്ലാത്തൊരു വൃത്തിയായിട്ടൊരു പടം.